ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കൂൾ വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ ഹരിപ്പാട് 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നിങ്ങളുടെ കുട്ടികളെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്? അവരുടെ പുഞ്ചിരിക്കുന്ന മുഖമാണല്ലേ. നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്ത് പുഞ്ചിരി മായുന്നത് മാതാപിതാക്കളായ നമുക്ക് സഹിക്കാനാകില്ല. എന്നാൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടാനാകാതെ വരുമ്പോൾ, തോൽവി വരുമ്പോൾ, കൂട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രണയ നൈരാശ്യമുണ്ടാകുമ്പോൾ അവർ അനുഭവിക്കുന്ന വിഷമം നാം കാണാറുണ്ട്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവർ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ആത്മഹത്യ പോലെയുള്ള തെറ്റായ തീരുമാനത്തിലേക്ക് നയിച്ചേക്കാം. 10നും 24നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ മരണത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന കാരണം ആത്മഹത്യയാണ്. ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ അവരെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളോടൊപ്പം അധ്യാപകരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. തുറന്ന മനസ്സോടെയും ശാന്തമായും അവരെ കുറ്റപ്പെടുത്താതെയും പെരുമാറുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ ഏറ്റവും വലിയ ഭയങ്ങളെപ്പോലും പങ്കിടാൻ സുരക്ഷിതത്വം തോന്നുന്ന വീടോ സ്കൂളോ ഒരുക്കുവാൻ നമുക്ക് കഴിയും. പരാജയത്തെ നെഗറ്റീവായി കാണുന്നതിനു പകരം അതിനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി ചിത്രീകരിക്കുക. ഈ പരാജയത്തെ താൽക്കാലിക തിരിച്ചടിയായി കാണാനും ഒരു വളർച്ചാ മനോഭാവം ഉണ്ടാക്കുവാനും അത് അവരെ സഹായിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പ്രയാസമുണ്ടെങ്കിൽ അത് അവരുടെ ദൈനംദിന ജീവിതത്തെയും വളർച്ചയെയും ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വിശദമായ മാർഗനിർദ്ദേശം ആവശ്യമാണ്. കുട്ടി ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യുക, അമിതമായ ഭയവും ഒഴിഞ്ഞുമാറലും, സാമൂഹികമായി ഉൾവലിയുക, പഠന നിലവാരത്തിൽ പെട്ടെന്നുള്ള ഇടിവ്, ഉറക്കമില്ലായ്മ മുതലായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധ സഹായം തേടുന്നത് നല്ലതായിരിക്കും. ഓരോ ജീവിതത്തിനും അതിൻ്റേതായ മൂല്യമുണ്ട്. അത് സംരക്ഷിക്കുവാൻ കൂട്ടായ ഒരു പരിശ്രമമാണ് ഇന്ന് വേണ്ടത്. എല്ലാ കുട്ടികളുടെയും സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.